ചക്ക വിഭവം ഇനിയും തീർന്നിട്ടില്ല കേട്ടോ. ഇതേപോലെ ഒരു പുതിയ ഐറ്റം കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ. ചക്ക മടൽ കൊണ്ട് ബജി, ചക്കച്ചുള കൊണ്ട് ബജി, ചക്ക ചൗണി വറുത്തത്, ചക്ക വറുത്തത്, ചക്ക വരട്ടിയത്, ചക്കച്ചുള ബജി, ചക്കച്ചുള പഴം പൊരിക്കുന്ന പോലെ പൊരിച്ചത്, ചക്ക മെഴുക്ക് വരട്ടി, ചക്ക എരിശ്ശേരി, ചക്ക പായസം, ചക്കക്കുരു ഉണ്ട, ഇപ്പോൾ ചക്കപ്പുട്ട്. പഴയ കാലത്തൊക്കെ ഞങ്ങൾ എന്താ ചെയ്യാമെന്നാ, ചക്കര മടലും കുരും ചുളയൊക്കെ കൂടി എരിശ്ശേരി ഉപ്പേരിയൊക്കെ വയ്ക്കും. പഴുത്ത ചക്കര കുരു എടുത്തിട്ട് മണ്ണെടുത്തിട്ട് അതിൽ കുഴച്ചിട്ട് ഒരു മൂലയിൽ, വെള്ളം നനയാത്തൊരു മൂലയിൽ പൊത്തി പൊത്തി വയ്ക്കും. ചക്ക ഇതേപോലെ അരിഞ്ഞ് ഉണക്കാനിടുക, വെയിലത്തിടുക. അങ്ങനെ നല്ല പോലെ ഉണങ്ങണ വരെ വെയിൽ കൊള്ളിക്കുക. ഇപ്പം ചക്കച്ചുള നല്ല പോലെ ഉണങ്ങി. ഇപ്പോൾ ഉണക്കക്കൊള്ളി ഉണക്കിയ പോലെ ഇരിക്കുന്നു. ഉണക്കക്കൊള്ളിപ്പൂട്ടൊക്കെ തന്നെയില്ലേ, അപ്പോൾ അതേപോലെ ഈ ചുള ഉണങ്ങിയതിരിക്കുന്നു. ഇനി ഇതിനെ കുറച്ച് നമ്മളെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം. അതുപോലെ നമ്മൾ ആ ചക്കക്കുരു പൊത്തി വെച്ചത് കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ നല്ല മഴയാകുമ്പോൾ ഒന്നും തിന്നാണ്ടാവില്ല. അപ്പോൾ അതിനെ കുറച്ചെടുത്ത് കുത്തിയെടുത്ത് വറുത്ത് തിന്നുക. നല്ല മധുരമായിരിക്കും. ഇതാണ് നമ്മുടെ ചക്ക പൊടിച്ചത്. ചെറിയ തരി ഉണ്ടായാൽ കുഴപ്പമില്ല, നല്ല ഉണങ്ങിയ കാരണം നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇതിനെന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പിടുക, എന്നിട്ട് ഇതിനെ പുട്ട് നനയ്ക്കണ പോലെ നനച്ചെടുക്കുക. അധികം വെള്ളമാക്കണ്ട. നമ്മൾ പൈപ്പ് തുറന്നാൽ ചിലപ്പോൾ അതിൽ വെള്ളം കൂടും. എനിക്ക് പിന്നെ അങ്ങനെ വെള്ളം കൂടില്ല. ഇനി അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരി പൊടി ബാക്കിയുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി, ഏത് പുട്ടിൻ്റെ പൊടിക്കായാലും. ഇതിപ്പോൾ നനച്ചെടുത്ത് കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ ആ മിക്സിയുടെ ജാറിലേ ഒന്ന് ആ ബട്ടണിട്ടിട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വില കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഉടഞ്ഞു കിട്ടും. അപ്പോൾ നല്ല പൊടിയായി തീരും. ഉണ്ടാ, അത് നൈസ് പോലെ ആയി, കട്ട പിടിച്ചിട്ടില്ല. അങ്ങനെ ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് ഒരു പുട്ടിന് ഞങ്ങൾക്ക് അരിപ്പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് ചക്കപ്പുട്ട് ഒരാൾ തിന്നില്ല ചിലപ്പോൾ. അതിലും ഇത്തിരി ഉപ്പിട്ട് ഉപ്പ് പൊടി ഇടുക, ഇതേപോലെ ഒന്ന് പുട്ട് നനയ്ക്കുക. അതും ഇതേപോലെ നമ്മൾ മിക്സിയുടെ ജാറിൽ ഒന്ന് ഇതുപോലെ കറക്കിയെടുത്താൽ അതിലുള്ള കട്ടയും മുടഞ്ഞ് കിട്ടും. അല്ലാന്ന് വെച്ചാൽ വലിയ പുട്ടരിപ്പയിൽ അരിച്ചെടുക്കുക ഈ നനച്ച പൊടി, അപ്പോൾ അതിലേക്കാളും സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ രണ്ടും നനച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിരട്ടയിൽ ഇങ്ങനെ പുട്ടുപൊടി ഇട്ടിട്ട് കുക്കറിൽ വെച്ച് വേവിക്കും. ഞങ്ങൾ ഈ പുട്ടും കൊടുത്തുമ്പോൾ തുണി ചീറ്റിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ കുക്കറിലാണ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഹോള് മതി. ഈ തുണി ചുറ്റി വയ്ക്കുകയെന്ന് വെച്ചാൽ 3 ഹോള് വേണം. അപ്പോൾ നല്ല പോലെ പെട്ടെന്ന് തന്നെ ആവി വരും. എന്നിട്ട് ഇതിങ്ങനെ തുണി ചുറ്റുക, കണ്ടോ, അടിയിൽ നാളികേരം ഇടുക, മുകളിൽ പുട്ടുപൊടി ഇടുക, അങ്ങനെ തുണി ചുറ്റുക. നിമിഷ നേരം കൊണ്ട് ആവി വരും. അപ്പോൾ ആവി വന്നു കഴിഞ്ഞു. ഇതത് ഒറ്റ തട്ട് ഒരു പാത്രത്തിലേക്ക് അത് തട്ടി കഴിഞ്ഞു. ഇത് മറ്റേ പുട്ട്, അതും തട്ടിക്കഴിഞ്ഞു. 2 പുട്ടായി. അപ്പം ഇതാണ് ഞങ്ങളുടെ ചക്കപ്പൂട്ട്. മറ്റത് അരിപ്പുട്ട്. ചക്കപ്പൂട്ട് ചൂട്ടോടെ വെറുതെ തിന്നാം, നല്ല ടേസ്റ്റാണ്. ഇത് ഗ്രീൻ പീസും കടലും കൂടി ഒരുമിച്ച് വെച്ചത്. ഇപ്പം ഞങ്ങളുടെ ഈ ചക്കപ്പൂട്ടുണ്ടല്ലോ, കൊള്ളിപ്പൂട്ടിനേക്കാളും ചോളപ്പൂട്ടിനേക്കാളും റാഗിപ്പൂട്ടിനേക്കാളും അതുപോലെ തന്നെ അരിപ്പൂട്ടിനേക്കാളും പുട്ടുകൾ ഏതൊക്കെയുണ്ട് അതിനേക്കാളും ഉപരി മുൻപന്തിയിൽ നിൽക്കണ ഒരു പുട്ടാണിത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ചക്കയുള്ളവർ ഉണക്കി പൊടിച്ചൊന്ന് പുട്ടുണ്ടാക്കി നോക്ക്, അപ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ്.